സാജു, ഒരിക്കലില്ലേ കുറെ പക്ഷികൾ കൂടിയിട്ട് ഇങ്ങനെ നെല്ല് കുത്തി തിന്നുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു വല വന്ന് അവരുടെ മേല് അങ്ങനെ ഈ പക്ഷികളൊക്കെ ആ വലയുടെ ഉള്ളിൽ അകപ്പെട്ട് ആകെ പരിഭ്രാന്തരായി. അവരിങ്ങനെ വല പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ ഓരോ മൂലയ്ക്കും പോയിട്ട് പക്ഷികൾ ഇങ്ങനെ കൊത്തിപ്പിടിച്ച് കൊത്തിപ്പറിച്ച് പുറത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് ആ വല പൊട്ടിക്കാനൊന്നും കഴിഞ്ഞില്ല. കുറെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ട് അവർ തളർന്നു. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ച ആ വലയുടെ ഉള്ളിൽ ഒരു മൂലയ്ക്ക് കുറച്ച് പ്രായമുള്ള ഒരു പക്ഷി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പക്ഷികൾ, തളർന്ന പക്ഷികളെല്ലാം കൂടെ ആ പക്ഷിയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എന്താ സംഭവം, നിങ്ങളെ ഇതിലൊരു ശ്രമം നടത്തുന്നില്ല, ഇപ്പൊ പ്രായമായതുകൊണ്ട് ഇനി മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതാണെന്ന് ചോദിച്ചു. അപ്പൊ ആ പ്രായമുള്ള പക്ഷി പറഞ്ഞു, എനിക്കറിയാം നിങ്ങളൊക്കെ കുറെ സമയം ഇതുപോലെ കൊത്തിക്കഴിച്ച് അവസാനം എൻ്റെ അടുക്കൽ വരുമെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഇപ്പൊ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഓരോരുത്തർ ഓരോ ഏരിയയിൽ പോയിട്ട് ഇങ്ങനെ കൊത്തി പുറത്തേക്ക് വരാൻ ശ്രമിച്ചാണ്. നമുക്ക് ഒരുമിച്ച് ഈ വലയെ ഒന്ന് പൊന്തിക്കാൻ നോക്കിയാണ്. അപ്പൊ എല്ലാ പക്ഷികളും കൂടി എന്ത് ചെയ്തു, ഓരോ ഭാഗം പോയി നിന്ന് ഒരുമിച്ച് ആ വല ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തിയപ്പം അത്ഭുതം, ആ വല മൊത്തം മുകളിലേക്ക് വരും. അങ്ങനെ അവർ ഒരുമിച്ച് പറന്ന് അവര് ആ ഒരു വലയുടെ കെട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ശരിക്കും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും നമുക്കത് പൊട്ടിച്ച് പുറത്തു വരിക എന്ന് പറയുന്നത് ഭയങ്കര സാഹസികമായിരിക്കും. പക്ഷെ കൂട്ടായ ഒരു പരിശ്രമം അല്ലെങ്കിൽ കൂട്ടായി ചേർന്ന് ഒരേ ലക്ഷ്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനുറപ്പാണ് വിജയം. ഇനി അത് ഒരു കൂട്ടം ആളുകൾ ഓരോ ഭാഗത്തേക്ക് വലിക്കുമ്പോൾ ഒരിക്കലും ഒരു സാധനം മൂവ് ചെയ്യുന്നില്ല. എല്ലാവരും ഒരേ ദിശയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും ലക്ഷ്യം നിറവേറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടം, നമ്മുടെ കൂട്ടുകാർ എന്നൊക്കെ പറയുന്നത് ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും നമുക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. അത് ഒരു ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലാവട്ടെ, മക്കളും രക്ഷിതാക്കളും തമ്മിലാവട്ടെ, നമ്മുടെ കുടുംബവും നമ്മളും തമ്മിലാവട്ടെ, അയൽവാസികളും നമ്മളും തമ്മിലാവട്ടെ, സമൂഹവും നമ്മളും തമ്മിലാവട്ടെ, എല്ലാവരും അങ്ങനെയല്ല ഒരേ ലക്ഷ്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ലഹരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുന്നുണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ലഹരി എന്ന് പറയുന്ന ആ വലിയ വലയെ പൊട്ടിച്ച് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് തീർച്ച.